السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളെ സൂക്ഷിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. നമ്മൾ സംസാരിക്കുന്നത് അല്ലാഹുവിൻ്റെ അറിവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതാനും കാര്യങ്ങൾ. അതിൽ അല്ലാഹുവിൻ്റെ അറിവിൻ്റെ പ്രത്യേകത, അല്ലാഹുവിൻ്റെ അറിവിൽ നിന്ന് നാം അറിയേണ്ടുന്നതിൻ്റെ, ആർജിക്കേണ്ടുന്നതിൻ്റെ, അഭ്യസിക്കേണ്ടുന്നതിൻ്റെ അനിവാര്യത, അതേപോലെ ഏതാനും വിഷയങ്ങൾ. അള്ളാഹുവിൻ്റെ അൽ അലീം, അൽ അല്ലാം, അതേപോലെ അൽ ആലിം. അള്ളാഹുവിന് ആലിം എന്ന നാമകരണം വിശുദ്ധ ഖുർആനിൽ 13 തവണ വന്നിട്ടുണ്ട്. ആലിമുൽ ഗൈബ് എന്നൊക്കെ നമ്മൾ പലതവണ ഓതാറുണ്ട് വിശുദ്ധ ഖുർആനിൽ. അള്ളാഹുവിൻ്റെ ഇൽമിനെ, അറിവിനെയാണ് അത് അറിയിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത അറിയിക്കുന്ന ഒരു സംഭവം അതിലെ പാഠങ്ങളോടൊപ്പം നമ്മൾ മനസ്സിലാക്കുവാൻ ഞാനിവിടെ വിശദീകരിക്കണം. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അഹ്മദും ഇമാം അബൂ ദാവൂദും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നോമ്പിൻ്റെ പ്രത്യേകത വിവരിക്കപ്പെടുകയാണ്. നോമ്പ്, അതിൽ 3 തരം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നോമ്പ് റമദാൻ മാസത്തിൽ ഫർദാക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് അതിൽ ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ എല്ലാ മാസത്തിലും 3 ദിവസം നോമ്പെടുക്കുക എന്നുള്ളതായിരുന്നു. അതേപോലെ ആശൂറ ദിവസത്തിലും നോമ്പെടുക്കുക എന്നുള്ളതായിരുന്നു. എല്ലാ മാസങ്ങളിലും തിരുനബി റമദാൻ മാസത്തിൽ നോമ്പ് ഫർളാക്കപ്പെടുന്നതിന് മുമ്പ് 3 ദിവസം നോമ്പെടുക്കുമായിരുന്നു. പിന്നെ ആശൂറയുടെ ദിവസവും അഥവാ മുഹറം 10 നോമ്പെടുക്കുമായിരുന്നു. ഹദീസുകളിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ സഹാബത്തിനോടും അപ്രകാരം കൽപ്പിച്ചിരുന്നു, എല്ലാ മാസവും 3 ദിവസം നോമ്പെടുക്കാൻ, ആശൂറ ദിവസത്തിലും നോമ്പെടുക്കാൻ. പിന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ നോമ്പ് ഫർളാക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അല്ലദീന മിൻ ഖബ്ലിക്കും എന്ന് തുടങ്ങിയ വചനം അവതരിപ്പിച്ചു. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ്
നിയമമാക്കിയത് എങ്ങനെയാണ്? ഹദീസിൽ കാണാം, വകാനു ഖൗമൻ ലം യതഅവ്വദു അസ്സിയാം വകാന അസ്സിയാമു അലൈഹിം ശദീദ. നോമ്പ് ഇவ்விதം, അതായത് ഫജ്റിന്റെ ഉദയം മുതൽ അസ്തമയം വരെ അന്നപാനീയങ്ങളിൽ നിന്ന് വിട്ട് ലൈംഗിക വികാരങ്ങൾ അടക്കി പിടിച്ച് ഒരു നോമ്പ് അവർ ശീലിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നോമ്പ് അവർക്ക് ഏറെ ശ്രമകരായി അങ്ങനെ നോമ്പെടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് ആദ്യകാലങ്ങളിൽ ഫകാന മൻ ശാഅ യസൂമ സ്വം വമൻ ശാഅ യുഫ്തിർ വയുതൈമ കുല്ല യൗമിൻ മിസ്കീനൻ അജ്സഅഹു ദാലിക്. നോമ്പെടുക്കേണ്ടവനും നോമ്പെടുക്കാം. അതല്ല, നോമ്പിന് പകരം അഗതിക്ക് അന്നം നൽകി പ്രായശ്ചിത്തമായി കൊടുത്തുകൊണ്ടാണ് എങ്കിൽ അതുമാകാം. നോമ്പ് ഓരോരുത്തർക്കും നിർബന്ധാക്കിയിരുന്നില്ല. നോമ്പ് ഉദ്ദേശിക്കുന്നവർക്ക് നോമ്പെടുക്കാം, അതില്ലാത്തവർക്ക് എന്ത് ചെയ്യാം? ഒരു മിസ്കീന്റെ ഭക്ഷണം പ്രായശ്ചിത്തമായി കൊടുത്ത് നോമ്പ് നോൽക്കാതിരിക്കാം. അങ്ങനെയായിരുന്നു അതിന്റെ നിയമമാക്കൽ. പിന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് എന്ന് തുടങ്ങുന്ന ആയത്ത് അവതരിപ്പിക്കുന്നത്. റമദാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ അവതീർണമാക്കി എന്ന് തുടങ്ങിയിട്ട് ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. അതുകൊണ്ട് റമദാനിൽ സന്നിഹിതരായവർ അവർ നോമ്പ് അനുഷ്ഠിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധാക്കി. ഫസബത സിയാമു അലാ മൻ ഷഹിദ ഷഹ്ർ. അതോടുകൂടി എന്തായി? ആദ്യത്തെ ആ ചോയ്സ് ഇല്ല, എല്ലാവരും നോമ്പെടുക്കൽ നിർബന്ധമായി. അത് ആ വിധി സ്ഥിരപ്പെട്ടു. വാലൽ മുസാഫിരി യഖ്ദിയ, യാത്രക്കാരൻ എന്ത് ചെയ്യാം? നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നീട് നോറ്റ് വിട്ടാം. വസബത തആം ലിശൈഖിൽ കബീരി വൽ അജൂസി ലദൈനി ലാ യസ്തതിആനി സ്വൗം. അന്നം നൽകൽ ആരുടെ വിഷയത്തിലാണ് സ്ഥിരപ്പെട്ടത്? വൃദ്ധരായ സ്ത്രീ പുരുഷന്മാരുടെ വിഷയത്തിലാണ്. നോമ്പെടുക്കാൻ പ്രയാസപ്പെടുന്ന വൃദ്ധർക്കും വൃദ്ധരായ സ്ത്രീ പുരുഷന്മാർ അവർക്ക് എന്ത് ചെയ്തു? ഈ അന്നം നൽകി, പ്രായശ്ചിത്തം നൽകി, ഒരു അഗതിയുടെ അന്നം, ഒരു മിസ്കീന്റെ ഭക്ഷണം പ്രായശ്ചിത്തമായിട്ട് എന്ത് ചെയ്തു? നിശ്ചയിക്കുകയുണ്ടായി. അത് നോമ്പെടുക്കാൻ സാധിക്കാത്ത വൃദ്ധനായ സ്ത്രീ പുരുഷന്മാർ അവർക്ക്. നമ്മുടെ വിഷയം ഇനിയാണ് വരുന്നത്. വകാന അർറജുലു ഇദാ അഫ്തറ ഫനാമ ഖബ്ല അൻ യഅകുൽ. നോമ്പിന്റെ പ്രത്യേകത, അന്ന് ഒരു വ്യക്തി നോമ്പ് തുറന്നു മഗ്രിബിക്ക്, എന്നിട്ട് ഫനാമ ഖബ്ല അൻ യഅകുൽ, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് മൂപ്പര് ഇത് ഉറങ്ങിപ്പോയാൽ ഹറമ അലൈഹി തആമു വശറാബു വന്നിസാ ഹത്താ യുഫ്തിറ മിനൽ ഗദ്. പിറ്റേ ദിവസം മഗ്രിബിക്ക് നോമ്പ് തുറക്കുന്നത് വരെ അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടുള്ളതല്ല, സ്ത്രീകളെ പ്രാപിക്കാനും പാടുള്ളതല്ല. അത് രാത്രിയാണെങ്കിലും ശരി. രാത്രി, പകലിലെന്തായാലും പാടില്ല, ഇഷ്കാലില്ല. കാരണം എന്താ? നോമ്പ് പറഞ്ഞാൽ എന്താ? നോമ്പ് പറഞ്ഞാൽ ഇംസാക്കാണ്. അത് ഫജ്ർ മുതൽ അസ്തമയം വരെ അന്നപാനീയങ്ങളിൽ നിന്നും അതേപോലെ ലൈംഗിക ചേഷ്ടകൾ, ലൈംഗികമായിട്ട് ഭാര്യമാരുണ്ടെങ്കിൽ അവരെ പ്രാപിക്കുന്നതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കലാണല്ലോ നോമ്പ്, നിയ്യത്തോടു കൂടി. ആദ്യകാലത്ത് ഒരാൾ മഗ്രിബിക്ക് നോമ്പ് തുറന്നാൽ പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് അയാൾക്ക് ഭക്ഷണം കഴിക്കാം. പക്ഷെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തില്ല, പിന്നെ അയാൾ എന്ത് ചെയ്യണം? നോമ്പ് തുടർത്തണം. എന്നിട്ട് പിറ്റേന്ന് നോമ്പ് തുറന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അതായിരുന്നു നിയമം. അതാണ് ഇവിടെ ഉണർത്തുന്നത്. വേദക്കാരുടെ നോമ്പിന്റെ പ്രത്യേകത അതാണ്. വേദക്കാരുടെ നോമ്പിന്റെ പ്രത്യേകത അതാണ്. ആദ്യകാലത്ത് അങ്ങനെയായിരുന്നു. പിന്നെയാണ് എന്ത് ചെയ്തത്? സഹൂറിനെ നിയമമാക്കിയത്. സഹൂർ എന്ന് പറഞ്ഞാൽ എന്താ? പുലർച്ചെയുള്ള ഭക്ഷണം. ഫജ്റിന് മുമ്പുള്ള പ്രാതൽ, പുലർച്ചെയുള്ള ഭക്ഷണം. ആ പുലർച്ചെയുള്ള ഭക്ഷണം അന്ന് നമുക്ക് നിയമമാക്കി. എന്നിട്ട് പറഞ്ഞു, ഫസ്ലു മാ ബൈന സിയാമിന വ സിയാമി അഹ്ലിൽ കിതാബ് അകലത്തു സഹർ. നമ്മുടെ ഈ വേദക്കാരുടെയും നോമ്പിന്റെ വ്യതിരക്തത, പ്രത്യേകത, നമുക്ക് സഹറിൽ ഭക്ഷണം ഉണ്ട് എന്നുള്ളതാണ്. ആദ്യം ഈ ഭക്ഷണം ഉണ്ടായിരുന്നില്ല.
രാത്രി ഉറങ്ങിയിട്ടുണ്ട് എങ്കിൽ ഖലാസ് നോമ്പ് തുടർത്തണം എന്നുള്ളതാണ്. പക്ഷേ സഹറിൽ ഭക്ഷണം നിശ്ചയിച്ചിട്ട് എന്ത് ചെയ്തു? പൂർവ്വകാലത്തുള്ളവരുടെയും നമ്മുടെയും നോമ്പിനെ വേർപ്പെടുത്തി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞു, തസഹറു, നിങ്ങൾ സഹൂർ കഴിക്കണം. സഹൂർ എന്ന് പറഞ്ഞാൽ അത് ബർക്കത്തുള്ള ഭക്ഷണമാണ്. അള്ളാഹു അവന്റെ മലക്കുകളും സഹൂർ കഴിക്കുന്നവരെ യുസല്ലൂൻ, പുകഴ്ത്തി പ്രശംസിച്ച് പറയുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ? തങ്ങൾ പറഞ്ഞു, വലൗ അൻ യതജറഅ അഹദുകും ജുർഅത മിൻ മാ, ഏതാനും ഇറക്ക് വെള്ളം കുടിച്ചെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? സഹൂർ കഴിക്കണം. ഫലാ തദഊഹു, നിങ്ങൾ അത് ഒഴിവാക്കരുത് എന്നൊക്കെ പറഞ്ഞില്ലേ? ഇവിടെ ആദ്യകാലത്ത് അങ്ങനെയായിരുന്നില്ല. ആദ്യകാലത്ത് ഒരാൾ മഗ്രിബിക്ക് നോമ്പ് തുറന്നിട്ട് അയാൾ ഉറങ്ങുന്നതിന് മുമ്പ് അയാൾക്ക് ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം, ഭാര്യയെ പ്രാപിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ രാത്രിയാണെങ്കിലും പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? ഉണർന്നാൽ കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നോമ്പ് തുടർത്തണം എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറയുന്നത്. എന്താ സംഭവിച്ചത്? ഒരു ദിവസം രാത്രി ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തിരുസവിധത്തിലായിരുന്നു. അദ്ദേഹം രാത്രിയായിട്ടാണ് പെരേക്ക് മടങ്ങി വരുന്നത്, വീട്ടിലേക്ക് മടങ്ങി വരുന്നത്. വഖദ് സഹിറ ഇൻദഹു, റസൂലുള്ളാഹിന്റെ അടുക്കൽ ഉറക്കളച്ച് കുറച്ചേരം ഇരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹം മടങ്ങി വന്നപ്പോ ഫവജദ ഇംറഅതഹു ഖദ് നാമത്, ഭാര്യ ഉറങ്ങിയതായിട്ട് കണ്ടു. ഭാര്യ ഉറങ്ങി. ഫഅറാദഹ, ഉമർ ആകട്ടെ രാത്രിയല്ലേ വരുന്നത്. ഉമറിനെ സംബന്ധിച്ചിടത്തോളം ഉമർ ഉറങ്ങിയിട്ടില്ല, ഭാര്യ ഉറങ്ങിയിട്ടുണ്ട്, രാത്രിയാണ്. ഫഅറാദഹ, ഉമർ ഭാര്യയെ പ്രാപിക്കാൻ ഉദ്ദേശിച്ചു, ഭാര്യയായിട്ടുള്ള ബന്ധപ്പെടൽ. അപ്പൊ ഭാര്യ പറഞ്ഞു, ഇന്നി ഖദ് നിംത്, ഞാൻ ഉറങ്ങി. അപ്പൊ ഉമർ പറഞ്ഞു, മാ നിംതി, നീ ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. ഫമന്ന അന്നഹ തഅതൽ, ഉമർ വിചാരിച്ചത് പ്രാപിക്കാൻ ആഗ്രഹമില്ലാതെ എന്തെങ്കിലും ഒഴിവ് കഴിവ് പറയാണ് ഈ പെണ്ണ് എന്നാണ് ഉമർ, ഭാര്യ എന്നാണ് ഉമർ വിചാരിച്ചത്. ഫഅതാഹ, അങ്ങനെ ഉമർ റളിയല്ലാഹു തആല എന്ത് ചെയ്തു? തന്റെ ഇഷ്ടം ഭാര്യയിൽ പ്രാപിച്ചു പൂർത്തിയാക്കി. പക്ഷെ ഭാര്യ എന്തായിരുന്നു? ഉറങ്ങിപ്പോയിരുന്നു. ഉമർ വിചാരിച്ചത് എന്താ? ഭാര്യ എന്തെങ്കിലും ഒഴിവ് കഴിവ് പറയാണ് എന്നാണ് വിചാരിച്ചത്. ഉമറിനും അറിയാം, ഭാര്യക്കും അറിയാം എന്ത് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് പാടില്ല, ഭാര്യയെ പ്രാപിക്കാൻ പറ്റുന്നതല്ല, നോമ്പ് പിറ്റേന്നാൾ മഗ്രിബ് വരേക്കും തുടർത്തണം എന്നുള്ളത്. തയ്യിബ്, ഹദീസിന്റെ റഫ്ലിൽ കാണാം, വസന കഅബ് ബിൻ മാലിക് മിസ്ല ദാലിക്. ഇത് ഉമറിന്റെ മാത്രം കേസല്ല, പിന്നെയോ കഅബ് ബിൻ മാലിക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്രകാരം. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഭാര്യ ഉറങ്ങിപ്പോയി. പക്ഷേ ഭർത്താവല്ലേ, രാത്രിയല്ലേ, അവരൊക്കെ മനുഷ്യരാണ്. അപ്പൊ മനുഷ്യ സഹജമാണ് ഭാര്യയെ പ്രാപിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് രാവിന്റെ നിറവിൽ, ഇരുളിന്റെ മറവിൽ തങ്ങളുടെ ശയ്യയിൽ ശയസഹനം സ്വാഭാവികം. അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി. ഹദീസിന്റെ ലഫ്ലിൽ കാണാം, വജാ റജുലുൻ മിനൽ അൻസാർ, അൻസാരികളിൽ ഒരു വ്യക്തി വീട്ടിലേക്ക് വന്നു. ഫഅറാദ തആം, അയാൾ ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിച്ചു വന്നു. കാരണം അദ്ദേഹം മഗ്രിബ് നോമ്പ് തുറന്നതിന് ശേഷം പിന്നെ ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിച്ചു. അപ്പൊ വീട്ടുകാർ പറഞ്ഞു, ഹത്താ നുസഖിന ലക ശൈഅൻ, ഭക്ഷണം ഉണ്ട്, പക്ഷെ ഒന്ന് ചൂടാക്കട്ടെ എന്ന് പറഞ്ഞു. ഭക്ഷണം ഒന്ന് ചൂടാക്കട്ടെ, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്ത്? വെയിറ്റ് ചെയ്യുന്നിടത്ത് കിടന്നുറങ്ങി. വെയിറ്റ് ചെയ്യുന്നിടത്ത് കിടന്ന് ഉറങ്ങി. ഫലമ്മ അസ്ബഹു ഉൻസിലത്ത് ഹാദിഹിൽ ആയ, നേരം പുലർന്നപ്പോൾ ഈ ആയത്ത് അവതീർണമായി. ഏതായത്ത്? ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഇല്ല. അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ പ്രഭാതത്തിൽ പ്രവേശിച്ചു, നോമ്പ് തുടർത്തി. അങ്ങനെ നേരം വെളുക്കുമ്പോ ഈ ആയത്ത് ഇറങ്ങിയതാണ്. ഏതായത്ത്? ഉഹില്ല ലക്കും ലൈലത സിയാമി റഫസു ഇലാ നിസായിക്കും ഹുന്ന ലിബാസുൽ ലക്കും അൻതും ലിബാസുൽ ലഹുൻ അലിമല്ലാഹു അന്നകും കുൻതും തഖ്താനൂന അൻഫുസകും ഫതാബ അലൈക്കും വഅഫ അൻകും. അതാണ് ഉഹില്ല ലക്കും ലൈലത സിയാം, നോമ്പിന്റെ രാത്രി നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അർറഫസു ഇലാ നിസായിക്കും, നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ പ്രാപിക്കുക എന്നുള്ളത്. നോമ്പിന്റെ രാത്രി എന്ത് ചെയ്യാം? ഭാര്യമാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ അനുവാദമുണ്ട്.
സ്ത്രീകൾ ഭർത്താക്കന്മാർക്ക് ഭാര്യമാർ വസ്ത്രമാണ്, ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് വസ്ത്രമാണ്. പിന്നെ അള്ളാഹു പറയാണ് അലിമല്ലാഹ്, അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്, അന്നകും കുൻതും തഖ്താനൂന അൻഫുസകും, നിങ്ങൾ ആത്മവഞ്ചന നടത്തുകയായിരുന്നു എന്ന കാര്യം. അത് ഉമറിന്റെ വിഷയത്തിൽ, കഅബ് ഇബ്നു മാലിക്കിന്റെ വിഷയത്തിൽ, ഈ അൻസാരിയുടെ ഒക്കെ വിഷയത്തിൽ എന്താ അവരുടെ അവസ്ഥ? രാവിന്റെ ഒളിവിൽ മറയിൽ നടന്ന സംഗതിയാണ്. പക്ഷെ ഇതെന്തായി? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞു എന്നുള്ളത് എന്ത് ചെയ്യാണ്? ഇവിടെ അല്ലാഹു ഉണർത്താണ്. അലിം അല്ലാഹു അന്നകും കുൻതും തഖ്താനൂന അൻഫുസകും ഫതാബ അലൈക്കും വഅഫാൻകും. അല്ലാഹു നിങ്ങളുടെ മേൽ പശ്ചാത്തപിച്ച് മടങ്ങിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചിരിക്കുന്നു. വഅഫാൻകും, നിങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പേകിയിരിക്കുന്നു. ഫൽആന ബാശിറൂഹുൻ, ഇനി മുതൽ നിങ്ങൾ നോമ്പിന്റെ രാവുകളിൽ ഭാര്യമാരെ പ്രാപിച്ചോളൂ. വബ്തഹു മാ കതബല്ലാഹു ലക്കും വകുലു വശ്റബു ഹത്താ യതബയ്യന ലക്കും അൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ. മനസ്സിലായില്ലേ? പുലരുവോളം, ഫജ്റിന്റെ ഉദയം വരെ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അനുവാദം കൊടുക്കാനും ഭാര്യമാരെ പ്രാപിക്കാൻ. ഇവിടെ അലിമല്ലാഹു അന്നകും കുൻതും തഖ്താനൂന അൻഫുസകും, നിങ്ങൾ ആത്മവഞ്ചന നടത്തുകയായിരുന്നു എന്ന കാര്യം അള്ളാഹു മനസ്സിലാക്കി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ എന്താണ് ആ സംഗതി? ആ സംഗതി സഹാബികളിൽ ചിലർ അവർക്ക് വന്നു പോയ വീഴ്ചകളാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞു, മനസ്സിലാക്കി എന്നിവിടെ ഉണർത്തുകയാണ്. അവർ തങ്ങളോട് ചെയ്തതായ ചില വീഴ്ചകൾ. അള്ളാഹുവിന്റെ ഇൽമിന്റെ, അറിവിന്റെ പ്രത്യേകത മനസ്സിലാക്കാനാണ് ഞാനത് എന്ത് ചെയ്തത്, ഇവിടെ ഉണർത്തിയത്. ഖുൽ ഇൻ കുൻതും, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇൻ തുബ്ദു മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂ യുഹാസിബുക്കും ബിഹില്ല എന്ന് പറഞ്ഞേ, നിങ്ങൾ മനസ്സിൽ പാത്തു വെച്ചതായാലും നിങ്ങൾ വെളിപ്പെടുത്തിയതാണെങ്കിലും അതിന്മേൽ വിചാരണ ഉണ്ട് എന്ന് പറഞ്ഞു. വിചാരണ ഉണ്ടാണെങ്കിൽ എന്ത് വേണം? അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ അറിയണം. അള്ളാഹുവിന്റെ അറിവിന്റെ പ്രത്യേകത ആളൊഴിഞ്ഞിടത്തായാലും ആൾക്കൂട്ടത്തിലായാലും രാവിന്റെ ഒളിവിലായാലും പകലിന്റെ നിറവിലായാലും മനുഷ്യരുടെ അകവും പുറവും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയും എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാനാണ് ഈ ഒരു ചരിത്രം ഇവിടെ ഞാൻ ഉണർത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഅലമു സിർറ വ അഖ്ഫ, രഹസ്യമായത് അല്ലാഹു അറിയും, ഗോപ്യമായത് നിഗൂഢമായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇരുളുമുറ്റിയാലും കതകുകൾ അടഞ്ഞാലും വിരികൾ താണാലും പുതപ്പിട്ട് മൂടിയാലും മനസ്സിലാക്കേണ്ടത് എന്താ? ഒരു വ്യക്തി വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഔസിനി, അള്ളാഹുവിന്റെ റസൂലെ നിങ്ങൾ എനിക്കൊരു വസിയ്യത്ത് ഓതിയാലും, എന്നോടൊരു വസിയ്യത്ത് പറഞ്ഞാലും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഊസിക അൻ തസ്തഹി അല്ലാഹ അസ്സ വജൽ കമാ തസ്തഹി റജുലൻ സാലിഹൻ മിൻ ഖൗമിക്. നമ്മളുടെ സമൂഹത്തിൽ, നമ്മുടെ ഗോത്രത്തിൽ, കുടുംബത്തിൽ ഒരു സാലിഹായ വ്യക്തി ഉണ്ട് എങ്കിൽ ആ സാലിഹായ വ്യക്തി അറിയും എന്ന് വിചാരിച്ച് നമ്മൾ എത്ര ലജ്ജയിൽ കഴിയും? ഒരു തെറ്റ് ചെയ്താൽ അയാളുടെ മുമ്പിൽ എത്ര ലജ്ജാലുവായിരിക്കും അല്ലേ? ഈ ലജ്ജ അള്ളാഹുവിന്റെ വിഷയത്തിൽ ഉണ്ടാകണം എന്നാ പറഞ്ഞത്. നമ്മൾക്ക് ഒരു കുലീനൻ, ഒരു മാന്യൻ നമ്മളുടെ തെറ്റുകൾ അറിയുമെന്ന് വിചാരിച്ച് നമ്മൾ എങ്ങനെ ലജ്ജയിൽ കഴിയും? ആ ലജ്ജാ സ്വഭാവം എവിടെ ഉണ്ടാകണം? അള്ളാഹുവിന് മുമ്പിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇരുട്ടിലും തെളിച്ചത്തിലും ഒക്കെ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ ലജ്ജാലുവാകൽ എങ്ങനെ? അള്ളാഹു ഹറാമാക്കിയത് നമ്മൾ വെടിഞ്ഞുകൊണ്ടാണ്.
തെറ്റുകളിൽ നിന്ന് നമ്മൾ അകന്നുകൊണ്ടാണ്. അതാണ് ഇസ്തഹ്യു മിനല്ലാഹി ഹഖൽ ഹയാ, നിങ്ങൾ അതാവിധം അള്ളാഹുവെ തൊട്ട് ലജ്ജാലുവാകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നമ്മളുടെ തലയിലുള്ള അവയവങ്ങളും നമ്മളുടെ ഉദരം പേറുന്ന അവയവങ്ങളും നമ്മൾ കാത്തു സൂക്ഷിക്കലാണ് അള്ളാഹുവിനെ തൊട്ടുള്ള യഥാവിധം ലജ്ജ. മരണത്തെ ഓർക്കുക, പരലോകത്തെ ഓർക്കുക, ഇതാണ് യഥാർത്ഥത്തിൽ ഓർത്തതിന് ശേഷം നമ്മൾ കണിശമായ കൃത്യമായ ജീവിതം നയിക്കുക. ഇതാണ് അള്ളാഹുവിന് മുമ്പിലുള്ള ലജ്ജ. ഇത് ഇത്തരുണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അടുത്ത വിഷയം, നമ്മൾ അള്ളാഹുവിൻ്റെ ഇൽമുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രത്യേകതയുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലും ഒക്കെ കുറേ സംഭവങ്ങൾ പറഞ്ഞു. എത്രമാത്രമാണ് അള്ളാഹുവിൻ്റെ അറിവ്, അതിൻ്റെ സൂക്ഷ്മത, അതിൻ്റെ കൃത്യത, കണിശത, അള്ളാഹു സസൂക്ഷ്മം അറിയുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണർത്തി. നമ്മൾ അള്ളാഹുവിൻ്റെ അറിവ് മനസ്സിലാക്കുമ്പോൾ അതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് നേടാൻ നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളത്. മലക്കുകൾ പറഞ്ഞില്ലേ, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അള്ളാഹുവേ, നീ പരമപരിശുദ്ധൻ, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു. മലക്കുകൾ പറയണം, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, നീ ഞങ്ങൾക്ക് പഠിപ്പിച്ച അറിവല്ലാത്ത അറിവ് ഞങ്ങൾക്കില്ല എന്നാണ്. അപ്പം മലക്കുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു അള്ളാഹിന്റെ അറിവിൽ നിന്ന്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, റബ്ബി സിദ്നി ഇൽമ, റബ്ബേ നീ എനിക്ക് ഇൽമിനെ വർദ്ധിപ്പിച്ചു തരണമേ. ദുനിയാവിൽ നിന്ന് ഏറി കിട്ടാൻ, കൂടുതൽ കിട്ടാൻ അള്ളാഹിനോട് ദുആ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചത് ഈ ഒരു വിഷയത്തിൽ, കൽപ്പിക്കപ്പെട്ടത് ഈ ഒരു വിഷയം മാത്രമാണ്, അറിവ്. ഏതാണ് ആ അറിവ്? അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ അറിവ്, അതാണല്ലോ ദീൻ. അത് കൂടുതൽ കിട്ടാനാണ് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത്. അതാണ് അള്ളാഹു റസൂലുള്ളാഹിനെ പഠിപ്പിച്ചത്. വഅല്ലമക മാ ലം തകുൻ തഅലം വഅല്ലമക, അള്ളാഹു താങ്കളെ പഠിപ്പിച്ചു മാ ലം തകുൻ തഅലം, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അതേപോലെ അള്ളാഹു അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു സുബ്ഹാനഹു വ തആല നാമങ്ങൾ പഠിപ്പിച്ചു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ്, വ്യാഖ്യാനങ്ങൾ, സ്വപ്ന വ്യാഖ്യാനം, അത് അള്ളാഹുവെ നീ എന്നെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞേ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ അറിവ് അത് നമ്മൾ നേടണം. അതാണ് ഉപകാരപ്രദമായ അറിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്തപ്പോൾ ദുആ ചെയ്തത് ഇൽമൻ നാഫിഅൻ, ഉപകാരപ്രദമായ അറിവിനാണ്. എല്ലാ ഫജ്ർ നിസ്കാരവും കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബഹി നിസ്കരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദുആ ചെയ്യുന്ന ദുആയിൽപ്പെട്ടതാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ തയ്യിബ വഅമലൻ മുതഖബ്ബല. അല്ലാഹുവേ, ഞാൻ നിന്നോട് ഇൽമൻ നാഫിഅ, ഫലപ്രദമായ അറിവിനെ തേടുന്നു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇരന്നു വാങ്ങിയ റസൂലുള്ളാഹിന്റെ പക്കലുണ്ടായിരുന്ന അറിവ് ഏതാ? അത് മതപരമായിട്ടുള്ള അറിവാണ്, ദീനിയായിട്ടുള്ള ഇൽമാണ്. അതല്ലാത്ത അറിവിൽ നിന്ന് റസൂലുള്ളാഹി അള്ളാഹിനോട് അഭയം തേടിയിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫ, ഉപകാരപ്പെടാത്ത അറിവിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അള്ളാഹിനോട് യാചിച്ച് ഇരുന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ നേടിയ അറിവെന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ പറഞ്ഞയക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുപോലുള്ള സദസ്സുകളിൽ വിശുദ്ധ മദീനയിൽ സഹാബത്തിനോടൊപ്പം ഇരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരികയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തങ്ങൾ പ്രതികരിക്കുന്നു, തങ്ങൾ ചോദിക്കുന്നു, ജിബ്രീൽ പ്രതികരിക്കുന്നു. സഹാബത്തിന് ഇതിനൊക്കെ സാക്ഷിയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പിരിഞ്ഞു പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ഹാദാ ജിബ്രീലു അതാക്കും യുഅല്ലിമുക്കും ദീനക്കും,
ഇതാ ജിബ്രീൽ നിങ്ങളടുത്തേക്ക് വന്നിരിക്കുകയാണ്. എന്തിന്? യുഅല്ലിമക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ നിയോഗിച്ച് പകർന്നു നൽകിയ ഇൽമ്, അറിവ്, അതെന്താണ്? അതാണ് മതപരമായിട്ടുള്ള ഇസ്ലാമികമായ ദീനിയായിട്ടുള്ളതായ ഇൽമുകൾ. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, അറിവിൽ നിന്ന് നിങ്ങൾക്ക് വളരെ കുറച്ചേ നൽകപ്പെട്ടിട്ടുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിട്ടുണ്ട്. നമ്മളോട് അറിവ് സമ്പാദിക്കാൻ, വിദ്യ അഭ്യസിക്കാൻ ആജ്ഞാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അറിവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് നമ്മൾ തേടുകയും അള്ളാഹുവിനോട് നമ്മൾ ഇരക്കുകയും ആ അറിവ് നമ്മൾ അഭ്യസിക്കുവാൻ നമ്മൾ സമയം കാണുകയും ചെയ്യണം എന്നാണ് ഇവിടെ ഉണർത്താനുള്ളത്. ഒരു ഹദീസ് അബു ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു നിവേദനം. എന്താ? ذكر لرسول الله صلى الله عليه وسلم رجلان احدهما عابد والاخر عالم. തിരുസവിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ രണ്ട് പേര് പരാമർശിക്കപ്പെട്ടു, രണ്ട് വ്യക്തികൾ. ഒരാൾ ആബിദാണ്, മറ്റൊരാൾ ആലിമാണ്. എന്താ ആബിദും ആലിമും തമ്മിൽ വ്യത്യാസം? ആബിദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇബാദത്തിൽ കഴിയുന്ന ആള്, 5 വക്ത് നിസ്കാരം, ഐച്ഛിക നമസ്കാരങ്ങൾ എല്ലാം ഉഷാറായിട്ടുള്ള ഇബാദത്തിൽ നിഷ്ഠ പുലർത്തി ജീവിക്കുന്ന ആളാണ് ആബിദ്. ആലിം എന്ന് പറഞ്ഞാലോ വിജ്ഞാനമുള്ള ആളാണ്, അറിവുള്ള ആളാണ്. എല്ലാ ആബിദും ആലിമായിക്കൊള്ളുന്നില്ല. അപ്പൊ ഇൽമുള്ള ഒരാളും ഇബാദത്തുള്ള ഒരാളും, ഇങ്ങനെ രണ്ടു പേരെ കുറിച്ച് തിരുസവിധത്തിൽ പരാമർശിക്കപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണം, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫളലുൽ ആലിമി അലൽ ആബിദ്, ആബിദിനേക്കാൾ ആലിമിനുള്ള ശ്രേഷ്ഠത, ഇബാദത്തിൽ കഴിയുന്ന ആളേക്കാൾ ഇൽമ് നുകർന്ന് ഇൽമ് അഭ്യസിച്ച് വിജ്ഞാനം നേടിയ ആളുടെ മഹത്വം കഫദ്ലി അലാ അദ്നാകും, കഫദ്ലി അലാ അദ്നാകും, നിങ്ങളിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ആൾ അയാളെ അപേക്ഷിച്ച് എനിക്കെത്ര ശ്രേഷ്ഠത ഉണ്ട്, ആ ശ്രേഷ്ഠതയാണ്. അല്ലാഹു അക്ബർ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അനുബന്ധം പറയാണ്. എന്ത്? ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, വ മലായികതഹു, അല്ലാഹുവിന്റെ മലക്കുകൾ, വ അഹ്ലസ് സമാവാതി വൽ അറാദീൻ, വാനങ്ങളിലും ഭൂമികളിലും വസിക്കുന്ന ആളുകൾ, ഹത്തൻ നംലത ഫീ ജുഹ്രിഹ, മാളത്തിൽ കിടക്കുന്ന ഉറുമ്പുകൾ വരെ, വഹത്തൽ ഹൂത്, ഹൂത് എന്ന മത്സ്യം, മത്സ്യങ്ങൾ വരെ, ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസ് അൽ ഖൈർ, ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്നവർക്ക് സ്വലാത്ത് നിർവഹിക്കുന്നു എന്നാണ്. സ്വലാത്ത് നിർവഹിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു, നന്മക്ക് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹ് അവരെ പുകഴ്ത്തുന്നു എന്നൊക്കെ അർത്ഥം പറയാം. ആർക്ക് വേണ്ടി? ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്ന ആൾക്ക് വേണ്ടി എന്നാണ്. വാനത്തിലുള്ളവർ, ആരാ വാനത്തിലുള്ളത്? എണ്ണിയാൽ ഒടുങ്ങാത്ത അള്ളാഹുവിന്റെ മലക്കുകൾ. പിന്നെ അവിടെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ. ഭൂമിയിലുള്ളവർ, ഉറുമ്പുകൾ വരെ, മത്സ്യങ്ങൾ വരെ, ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അള്ളാഹിനോട് അവർ ലയുസല്ലൂൻ എന്നാണ് ഇവിടെ, സലാത്ത് നിർവഹിക്കുന്നു. വേറെ ചില റിപ്പോർട്ടുകളിൽ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്നതാണ്, പാപമോചനത്തിന് വേണ്ടി തേടുന്നു. രണ്ടും ഹദീസിന്റെ ലഫ്ദിലുണ്ട്. അപ്പോ ഇത്രമാത്രം പോരിശയുള്ള ഒരു വിഭാഗം ആളുകളാണ് ഇൽമുള്ളവർ, അറിവുള്ളവർ. ഏതാ അറിവ്? ഏതാ അറിവ്? അത് ദീനിയായിട്ടുള്ള മതപരമായിട്ടുള്ള അറിവാണ്. അതുകൊണ്ട് ആ അറിവിന് വേണ്ടിയിട്ട് നമ്മൾ അത് നേടാൻ, അത് കൊയ്യാൻ സമയം ഉണ്ടാക്കണം എന്നുള്ളതാണ്. ആബിദിനെ കുറിച്ച് പറഞ്ഞു, ആലിമിനെ കുറിച്ച് പറഞ്ഞു. ആബിദും ആലിമും തമ്മിൽ വ്യത്യാസമുണ്ട്. ആബിദ് ഒരു വേള വിവരം ഉണ്ടായിക്കൊള്ളുന്നില്ല,
എന്നാലും ഇബാദത്തിൽ കഴിയുന്ന ആളായിരിക്കും. ആലിം അറിവ് അഭ്യസിച്ചവനാണ്. അതുകൊണ്ട് തന്നെ ബിദ്അത്തുകളിൽ വിപത്തുകളിൽ ചെന്ന് ചാടുന്ന അവസ്ഥ ഉണ്ടാവില്ല. പക്ഷെ ആബിദ് ഒരു വേള ചെന്ന് ചാടിന്ന് വരും, ഒരു വൈദ്യൻ ആളെ കൊല്ലും. ഒരു സംഭവം നമ്മൾ എപ്പോഴും കേൾക്കുന്ന സംഭവമാണ്. പക്ഷെ ഞാൻ അതിന്റെ ലഫ്ളുകളെ പല റിപ്പോർട്ടുകളിൽ നിന്ന് സംയോജിപ്പിച്ചിട്ട് അത് ഞാൻ ഇവിടെ വായിച്ച അർത്ഥം പറയാണ്. ആലിമും ആബിദും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനാണ്. ഇൽമ് നേടിയാൽ അതിന്റെ ഗുണവും മേന്മയും അറിയാനാണ് ഞാൻ ഈ ഒരു സംഭവം ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിലെത്തിക്കുന്നത്. അബൂ സഈദ് അൽ ഖുദ്രിയിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഇബ്നു മാജയും നിവേദനം ചെയ്യുന്ന റിപ്പോർട്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളുകയാണ്, കാന ഫീ ബനി ഇസ്രായീൽ റജുലുൻ, ഇസ്രായേലരിൽ ഒരാൾ ഉണ്ടായിരുന്നു, ഖതല 99 ഇൻസാന, അയാൾ 99 മനുഷ്യരെ കൊന്നു. 99 മനുഷ്യരെ കൊന്ന ഒരു വ്യക്തി ഇസ്രായേലരിൽ ഉണ്ടായിരുന്നു. സുമ്മ അറദത് ലഹു തൗബ, പിന്നീടാണ് അയാൾക്ക് തൗബയെ കുറിച്ച് ഉദയം ഉണ്ടാകുന്നത്. ഫസഅല അൻ അഅലമി അഹ്ലിൽ അർദ്, അപ്പൊ അയാൾ തന്നെ ഭൂവാസികളിൽ ഏറ്റവും വിവരമുള്ള ആളെ കുറിച്ച് അന്വേഷിക്കുകയാണ്. ഫദുല്ല അലാ റാഹിബിൻ, അപ്പോ ഒരു റാഹിബിനെ അറിയിച്ചു കൊടുത്തു. റാഹിബ് നമ്മ ആബിദ്, ഒരു പുരോഹിതനെ അറിയിച്ചു കൊടുത്തു. ആളുകളൊക്കെ അങ്ങനെയാണ് അല്ലേ, എപ്പോഴും മുപ്പരോട് ചോദിച്ചോളി എന്ന് പറയും. അപ്പൊ അതിനനുസരിച്ച് മൂപ്പര് പിന്നെ ചോദിക്കപ്പെടാൻ കാരണം എന്താ, 5 വക്ത് നിസ്കാരത്തിൻ്റെ പള്ളിയിലുണ്ട്, 1-ാം സഫാണ്, അങ്ങനെ പിന്നെ മൂപ്പരുടെ ഉപരിപ്ലവ ഭാവങ്ങൾ അറിയിക്കുന്നതൊക്കെ എന്താണ്, ഒരു ആലിമാണ് എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടല്ലോ. ചില ആളുകൾ വേഗം താടി കണ്ടാൽ തലയിൽ കെട്ടേണ്ട വഞ്ചിതരാകും ചെയ്യും. ഇവിടെ തന്നെ തമാശയിൽ പറയാറുണ്ട്, സിക്കാരനെ കണ്ടപ്പോൾ ആത്തിൽ മുത്തവ കസീർ, മുത്തവക്ക് കൂടുതൽ കൊടുക്കാൻ പറഞ്ഞു എന്നാണ്. അത് തമാശയാണെങ്കിലും അതിലൊരു ഇല്ലേ, ചില ആളുകൾക്ക് അത് അറിയില്ല. പിന്നെ ഈ സലാ ടൈമിൽ ഇങ്ങനെ ഇരിക്കണണ്ടപ്പോൾ നിസ്കരിക്കാൻ ആട്ടിയെന്നാണ്. അപ്പോൾ ആ സാധു പറഞ്ഞു ഞാൻ സിഖുകാരുടെ അർത്ഥത്തിൽ സീഖാണ് പറഞ്ഞു. അപ്പോൾ അവൽ സലാബാദൻ സീഖ് എന്ന് പറഞ്ഞതാണ്. ആദ്യം നിസ്കരിക്കുന്നിട്ട് സീഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മരം തോലി ഇച്ചിനൊക്കെയാണ് പറയാ. അതാണ് അയച്ച് ഞാൻ ആ പണി എടുക്കുകയാണ് എന്നാണ് കേട്ടാള്, നിസ്കരിക്കാൻ പോകാൻ പറഞ്ഞ ആള് പറഞ്ഞതെന്നാണ്. ഏതായാലും നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൽമിന്റെ മഹത്വവും ആലിമിന്റെ പ്രത്യേകതയാണ്. ഏതായാലും ഈ 99 ആളെ കൊന്ന ആൾ പണ്ഡിതനെ കുറിച്ച് ചോദിച്ചപ്പോൾ കാണിച്ചു കൊടുത്തത് ഒരു പുരോഹിതനെ. അപ്പൊ പുരോഹിതനോട് ചെന്നിട്ട് ഇയാൾ പറയാണ്, ഇന്നി ഖതൽതു 99 നഫ്സൻ, ഞാൻ 99 പേരെ വധിച്ചിരിക്കുന്നു. ഫഹല്ലി മിൻ തൗബത്തിൻ, എനിക്കിനി തൗബണ്ടോ, പഠിച്ചവനോട് പൊറുക്കോ എന്നുള്ളതാണ് ചോദ്യം. ഫഖാലപ്പ റാഹിബ്, ഈ പുരോഹിതൻ പറയാണ്, ബഅദ 99 നഫ്സൻ, 99 ആളെ കൊന്നതിന് ശേഷം ഞാൻ തൗബേ ഇല്ലായിരുന്നു, പോകാൻ പറഞ്ഞു. ലൈസത്ത് ലക തൗബത്തുൻ, നിനക്ക് തൗബല്ലായിരുന്നു. ഫഖതലഹു ഫകമ്മല ബിഹി മിഅ, ഈ റാഹിബിനെയാണ് കൊന്ന്, അയാളെയാണ് കൊന്ന്, 100 തേച്ച്. വീണ്ടും ഈ വ്യക്തി സുമ്മ സഅല അൻ അഅലമി അഹ്ലിൽ അർദ്, വീണ്ടും ഇനി ഭൂവാസികളിൽ കൂടുതൽ അറിവുള്ള ആളുണ്ടോ എന്നുള്ളത് അയാൾ അന്വേഷിച്ചു. ഫദുല്ല അലാ റജുലിൻ ആലിം, അപ്പോൾ ഒരു ആലിമിനെ അറിയിച്ചു കൊടുത്ത്, ഒരു യഥാർത്ഥ പണ്ഡിതനെ അറിയിച്ചു കൊടുത്ത്. എന്നിട്ട് ഫഖാൽ, ഈ വ്യക്തി ചെന്നിട്ട് ചോദിക്കുകയാണ്, ഇന്നി ഖതൽതു 100 നഫ്സ്, ഞാൻ 100 പേരെ കൊന്നിരിക്കുന്നു. ഫഹല്ലി മിൻ തൗബത്തിൻ, എനിക്ക് തൗബണ്ടോ? ഖാല, അപ്പോൾ ആ ആലിം പറഞ്ഞു, നാം, അതെ. വമൻ യഹൂലു ബൈനക വബൈന തൗബ, വമൻ യഹൂൽ ബൈനക വബൈന തൗബ, നിന്റെയും തൗബയുടെയും ഇടയിൽ മറയിടാൻ ആരാള്ളത്? അള്ളാഹുവിൽ നിന്നുള്ള തൗബ ചോദിച്ചു വാങ്ങുന്നതിൽ അതിന് മറ സൃഷ്ടിക്കാൻ, തടസ്സം സൃഷ്ടിക്കാൻ ആരാള്ളത്? തൗബ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ആ പണ്ഡിതൻ പറഞ്ഞു കൊടുത്തു, വേണ്ട, അതാണ് വിവരമുള്ളവരുടെ പ്രത്യേകത. ഉഖ്റുജ് മിനൽ ഖറിയത്തിൽ ഖബീസത്തിൽ ലത്തി അൻത ഫിഹ ഇലൽ ഖറിയത്തി സ്വാലിഹ, നിങ്ങൾ ജീവിക്കുന്ന ഈ ഖറിയത്ത് നാട്,
അതൊരു ദുഷിച്ച നാടാണ്. ഈ ദുഷിച്ച നാട്ടിൽ നിന്ന് നിങ്ങൾ പോയിക്കോളി. എവിടേക്ക്? ഇൽ ഖറിയത്തി സ്വാലിഹത്തി ഖറിയത്തി കദാ വകദാ. ഇന്ന ഒരു നാടുണ്ട്, അവിടെയുള്ള നാട്ടുകാരൊക്കെ എന്താണ്? നല്ല നാട്ടുകാരാണ്. അങ്ങോട്ട് പോയിക്കോളി. ഈ നാട്ടിൽ നിങ്ങൾ എന്താ പാർക്കണ്ട. ഇതൊരു ഒരു മോശം നാടാണ്, മോശം നാടാണെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അവിടെ ചെറിയൊരു വലിയൊക്കെ കണക്കാണ്. മുമ്പേ ഗമിക്കും ബഹു ഗോവുതന്റെ പിമ്പേ ഗമിക്കും തിരുവാക്കളെല്ലാം എന്നല്ലേ. എൻ്റെ അപ്പൻ ഇന്ത ഊരിലെ പെരിയ തിരടൻ എന്ന് പറഞ്ഞില്ലേ, അതേപോലെയാണ് അവിടുത്തെ സ്ഥിതി വിശേഷം. മോഷണക്കാരൊരു നാട്ടിൽ മക്കളൊക്കെ അഭിമാനം പറയുന്നതാണ്, എൻ്റെ വാപ്പയാണ് ഏറ്റവും വലിയ മോഷണക്കാരൻ എന്ന അർത്ഥത്തിൽ. ആ രീതിയിലൊരു നാടായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണി. അപ്പോൾ അത്തരം നാട് വിടാൻ പറഞ്ഞ് നല്ല മനുഷ്യന്മാർ ജീവിക്കുന്നിടത്തേക്ക് പോകാൻ പറഞ്ഞു. അതിപ്പോൾ നാടന്നെ വിടേണ്ട കാര്യമല്ല. മനസ്സിലായില്ലേ? അർറജുലു അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. കൂട്ടുകാരൻ്റെ ആദർശം അതായിരിക്കും കൂട്ടുകൂടുന്നവൻ്റെ ആദർശം. അതുകൊണ്ട് ആരോട് കൂട്ടുകൂടുന്നുവോ അവനെ നോക്കാൻ പറഞ്ഞു. ആരുടെ തോളിലാണ് നമ്മൾ കൈയിടുന്നത്? അത് നല്ല കരുതണം. കാരണം എന്താ? കൂട്ടുകൂടുന്നവൻ്റെ ആദർശം കൂട്ടുകാരനിലേക്ക് വരും. അസ്വാഹിബു സാഹിബ് എന്ന് അറബി പറയും. അസ്വാഹിബു സാഹിബ്, കൂട്ടുകാരൻ കൂട്ടുകാരൻ്റെ നിഷ്ഠയിലേക്ക് സ്വഭാവത്തിലേക്ക് വലിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എത്ര മനുഷ്യന്മാരുണ്ട് നല്ല രീതിയിൽ ജീവിച്ചിരുന്ന, നല്ല രീതിയിൽ കഴിഞ്ഞുകൂടിയിരുന്ന ആളുകൾ, കൂട്ടുകെട്ട് നിമിത്തം എരപ്പായ ആളുകൾ. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. ഏതായാലും ഈ ആലിം പറഞ്ഞു ഇന്ന നാട് നല്ല നാടാണ്, അവിടെ പോയിട്ട് പറക്കാൻ പറഞ്ഞു. എന്താ പറഞ്ഞത് അദ്ദേഹം? ഫഇന്ന ബിഹാ ഉനാസൻ യഅബുദൂനല്ലാഹ് ഫഅബുദുല്ലാഹ മഅഹും. ആ നല്ല നാട്ടിൽ കുറെ ആളുകളുണ്ട്, അവർ അള്ളാഹ്ക്ക് ഇബാദത്തെടുത്ത് ജീവിക്കുന്നവരാണ്. ഫഅബുദില്ലാഹ മഅഹും, അവരോടൊപ്പം നീ അള്ളാഹ്ക്ക് ഇബാദത്തെടുത്ത് ജീവിച്ചോ. വലാ തർജി ഇലാ അർദിക്, നീ നിന്റെ നാട്ടിലേക്ക് മടങ്ങണ്ട. ഫഇന്നഹാ അർദു സൗഇൻ, കാരണം ഈ നാട് മോശമാണ്, നീ ജീവിക്കുന്ന നാട് മോശമാണ്. അപ്പൊ ഫംതലഖ്, ഈ പണ്ഡിതന്റെ ഈ നിർദ്ദേശം, പണ്ഡിതൻ വെളിച്ചമേകിയത് കേട്ട് അയാൾ പുറപ്പെട്ട് യുരീദുൽ ഖറിയത സ്വാലിഹ, ആ നല്ല നാടിനെ ലക്ഷ്യാക്കിയിട്ടാണ് അയാളുടെ പ്രയാണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹത്ത ഇദാ നസഫ ത്വരീഖ്, അങ്ങനെ അയാൾ പാതി വഴിയിലെത്തിയപ്പോൾ അതാഹുൽ മൗത്ത്, അയാൾക്ക് മരണം വരികയാണ്. ഫഖ്തസമത് ഫീഹി മലായികത്തുർ റഹ്മതി വ മലായികത്തുൽ അദാബ്, മരണം വരിച്ച ആ മനുഷ്യന്റെ വിഷയത്തിൽ കാരുണ്യത്തിന്റെ മലക്കുകളും ശിക്ഷയുടെ മലക്കുകളും തർക്കിച്ചു. ഫഖാലത് മലായികത്തുർ റഹ്മ, കാരുണ്യത്തിന്റെ മലക്കുകൾ പറഞ്ഞു, ജാഅ തായിബൻ മുഖ്ബിലൻ ബിഖൽബിഹി ഇലല്ലാഹ്, തൗബ ചെയ്ത് ഹൃദയം അല്ലാഹ്ക്ക് സമർപ്പിച്ച് വരുന്ന ആളാണ്. അതുകൊണ്ട് റഹ്മത്തിന്റെ മലക്കുകൾ അദ്ദേഹത്തെ അള്ളാഹിന്റെ റഹ്മത്തിൽ സ്വീകരിക്കാൻ മത്സരിക്കണം. വഖാലത് മലായികത്തുൽ അദാബ്, ശിക്ഷയുടെ മലക്കുകൾ പറഞ്ഞു, ഇന്നഹു ലം യഅമൽ ഖൈറൻ ഖത്ത്, ഇന്നഹു ലം യഅമൽ ഖൈറൻ ഖത്ത്, ഈ മനുഷ്യൻ ഒരു നന്മയും ചെയ്തിട്ടില്ല, ഒരു നന്മയും ചെയ്തിട്ടില്ല. ഹദീസിൽ കാണാം, ഫഅതാഹു മലകുൻ ഫീ സൂറത്തിൻ ആദമി, മനുഷ്യരൂപത്തിൽ അവിടേക്ക് ഒരു മലക്ക് വന്നു. അന ഫജഅലുഹു ബൈനഹും, മനുഷ്യരൂപത്തിൽ വന്ന മലക്കിനെ ഈ തർക്കിക്കുന്ന രണ്ടു കൂട്ടം മലക്കുകളുണ്ടല്ലോ അവർക്കിടയിൽ അവരെന്ത് ചെയ്തു? ഒരു വിധി കർത്താവെന്നോണം നിശ്ചയിച്ചു. അപ്പോൾ ആ മലക്ക് ദൂതൻ അവരോട് പറയാണ്, ഖീസു മാ ബൈനൽ അർളൈനി ഫഇല അയ്യിഹിമാ കാന അഖറബ് ഫഅൽഹിഖൂഹു ബിഅഹ്ലിഹാ, ഈ രണ്ട് നാടുകളും, ആ രണ്ട് നാടുകൾക്ക് മധ്യയാണ് എന്തുള്ളത്? ഇയാൾ മരിച്ചു കിടക്കുന്നത്. ഇയാൾ മരിച്ചു കിടക്കുന്ന ഈ രണ്ട് നാടുകളിലേക്കുള്ള ദൂരം അളക്കാൻ പറഞ്ഞു. ഏത് നാട്ടിലേക്കാണോ ഇയാൾ അടുത്ത് വസിക്കുന്നത് ആ നാട്ടുകാരനാക്കിയിട്ട് ഇയാളെ ഉൾപ്പെടുത്താൻ പറഞ്ഞു. ഫഅൽഹിഖൂഹു ബിഅഹ്ലിഹാ, ഹദീസിന്റെ ലഫ്ദിൽ കാണാം, ഫഔഹല്ലാഹു ഇലാ ഹാദിഹി അൻ തഖറബി വഔഹല്ലാഹു ഇലാ ഹാദിഹി അൻ തബഅദി,
അള്ളാഹു രണ്ട് ഭൂമിക്കും, രണ്ട് നാടിനും ബോധനം നൽകുകയാണ്. ഒരു നാടിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അടുക്കാൻ, മയ്യത്തിനോട് അടുക്കാൻ. മറ്റേ നാടിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ദൂരെയാകാൻ. അപ്പോൾ ഈ മോശം നാടുണ്ടല്ലോ, അതിനോട് ദൂരെയാകാൻ അള്ളാഹു അതിന് ബോധനം നൽകി. നല്ല നാടിനോട് അള്ളാഹു ഈ മയ്യത്തിനോട് അടുക്കാൻ ബോധനം നൽകി. ഫഖാസു, അങ്ങനെ മലക്കുകൾ ഇയാളുടെ മരണസ്ഥലത്ത് നിന്ന് രണ്ട് നാട്ടിലേക്കുള്ള ദൂരം അളന്നു. ഫവജദൂഹു, അപ്പോൾ അവർ കണ്ടു, അഖ്റബ ബിശിബിരിൻ ഇലൽ അർദി ലത്തി അറാദ്, അദ്ദേഹം ഏതൊരു നാടിനെ ലക്ഷ്യമാക്കിയാണോ പുറപ്പെട്ടത് ആ നാട്ടിലേക്ക് ഒരു ഷിബിർ, ഒരു ചാൺ, ഒരു ചാൺ അടുത്ത് കിടക്കുന്നതായിട്ട് അവർ കണ്ടു. ഫഖബലത്ഹു മലായികത്തുർ റഹ്മ, അപ്പോൾ ആ മനുഷ്യനെ റഹ്മത്തിന്റെ മലക്കുകൾ ഏറ്റെടുത്തു, പിടികൂടി എന്നാണ് ഹദീസിന്റെ ലഫ്ദിലുള്ളത്. ഞാനിതോടെ പറഞ്ഞത്, നമ്മൾ സംഭവങ്ങൾ ഉണർത്തുമ്പോൾ നമ്മുടെ വിഷയം അള്ളാഹുവിൻ്റെ അറിവ് നേടുന്നതിൻ്റെ അനിവാര്യത, ആ അറിവ് നേടി നമ്മളൊരു ആലിമാകുന്നതിൻ്റെ ആവശ്യകത, അനിവാര്യത, അതിൻ്റെ മഹത്വം അത് മനസ്സിലാക്കാൻ. അതോടൊപ്പം ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാഠെന്താ? അതോടൊപ്പം പണ്ഡിതന്റെ മഹത്വം അറിയിക്കുന്നതോടൊപ്പം അള്ളാഹുവിന്റെ തൗബ, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നതിന്റെ അനിവാര്യത. മനുഷ്യർ എത്ര പാപികളാണെങ്കിലും തെറ്റ് ചെയ്യുന്നവരാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം വിശാലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊരാൾക്കും മാപ്പരുളും. അള്ളാഹു അവരുടെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കും, വീഴ്ചകളെ നികത്തും. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും കബൂലാക്കും. പക്ഷെ എന്ത് വേണം? ഒരു തൗബയുടെ മനസ്സായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അവസരം ഉണ്ടാകണം. മനസ്സിലെ? ഉഹുദിന്റെ ചെരുവിൽ ഒരു വ്യക്തി വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിഹാദിൽ പങ്കെടുക്കാൻ പറയാണ്. മുസ്ലിം ആയിരുന്നില്ല, മടക്കി വിട്ട് വീണ്ടും വന്ന് അദ്ദേഹം പറയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ മടക്കി വിടാണ്. അപ്പോൾ അദ്ദേഹം അവിടെ വെച്ച് മുസ്ലിമാകുകയാണ്, കലിമ ചൊല്ലിയാണ്. അടർക്കളത്തിലേക്ക് അയാൾ കലിമ ചൊല്ലി ഇറങ്ങി, ഒരു സുജൂദ് പോലും ചെയ്തിട്ടില്ല. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? അയാൾ ഷഹീദായി. ആമില ഖലീലൻ വനാല കസീറൻ, വളരെ കുറച്ചേ ചെയ്തതുള്ളൂ, പക്ഷെ വലിയതാണ് അദ്ദേഹം നേടിയത് എന്ന് പറഞ്ഞു. അള്ളാഹ്ക്ക് ഒരു സുജൂദ് പോലും ചെയ്യാത്ത മനുഷ്യനായിരുന്നു അയാൾ. അള്ളാഹുവിന്റെ തൗഫീഖാണ്. പക്ഷേ നെഞ്ചകം കൊണ്ട് നടക്കുന്ന കൽബിന് അള്ളാഹുവിങ്കൽ ഒരു സ്വീകാര്യത ഉണ്ട് എങ്കിൽ, ഈ അലമില്ലാഹു ഫീ ഖുലൂബികും ഖൈറൻ യുഅ്തികും ഖൈറ, നിങ്ങളുടെ കൽബിൽ വല്ല നന്മയുമുണ്ട് എന്ന് അള്ളാഹു മനസ്സിലാക്കിയാൽ അത് അള്ളാഹ്ക്ക് തിരിയും. കൽബ് എന്താണെന്നുള്ളത് അതിനെ സൃഷ്ടിച്ച, കൽബിലുള്ളത് അറിയുന്ന, കൽബ് അറിയുന്ന അള്ളാഹ്ക്ക് അറിയും. നന്മ ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മയേകും എന്നുള്ളതാണ്. ഫദാല ഇബ്നു ഉബൈദ് റളിയല്ലാഹു തആലയുടെ ചരിത്രം വായിക്കുമ്പോൾ അവര് ജിഹാദിൽ ഒരു നാട്ടിലെത്തിപ്പെട്ട സംഭവം. അങ്ങനെ നാട്ടിലൊരു കോട്ട ഉപരോധിക്കാൻ വേണ്ടിയിട്ട് ഇവർ നിൽക്കുമ്പോൾ, ഫവാലയും കൂട്ടരൊക്കെ നിൽക്കുമ്പോൾ, ആ കോട്ടയിൽ നിന്ന് ഇറങ്ങി ഓടിയെത്തിയ ഒരു വ്യക്തി, മനസ്സിലായില്ലേ? അയാൾ പറയേണ്ടത് എനിക്ക് മുസ്ലിം ആവണം, ഇസ്ലാം ആകണം. കലിമ ചൊല്ലി കൊടുത്ത ഉടനെ ആ കോട്ടയിൽ നിന്ന് വന്ന ഒരു ഏറ് അദ്ദേഹത്തിന് തലയിൽ കൊണ്ട് അയാൾ വീണ് മരിച്ച സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ അദ്ദേഹം കലിമ ചെല്ലുന്നതിന് മുമ്പ് എനിക്ക് മുസ്ലിം ആണെന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയാണ്, ഞാൻ ഇന്നലെ പന്നിയിറച്ചി കഴിച്ചിരുന്നു, മദ്യപിച്ചിരുന്നു. പക്ഷേ ഉറക്കിൽ ഞാൻ സ്വപ്നത്തിൽ എൻ്റെ വയറ്റിൽ നിന്ന് ആ ഹറാമുകളെ നീക്കിയത് സ്വപ്നം കാണാണ് അയാൾ. മനസ്സിലായി? പിന്നെ അദ്ദേഹത്തിൽ ഒരു ഉൾവിളി ഉണ്ടാകുകയാണ്, മുസ്ലിമീങ്ങളെ കാണണം, ഇസ്ലാം സ്വീകരിക്കണം. ആ ഉൾവിളിയിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്? വരികയാണ്. ഓടി വന്ന് സഹാബത്തിനോട് തന്റെ ആവശ്യം പറഞ്ഞ് കലിമ ചൊല്ലി ഉടനെയാണ് എന്ത് ചെയ്യണത്? മരിക്കണത്. ഫവാല പറയുന്നുണ്ട്, ഒരു നിസ്കാരം പോലും നിർവഹിച്ചില്ല, കലിമ ചൊല്ലിയ ആ വ്യക്തി അവിടെ ഷഹീദായി വീണു. ഞങ്ങൾ ആ കോട്ടയുടെ അടുത്ത് തന്നെ അദ്ദേഹത്തിന് ഖബറൊരുക്കിയിട്ട് അദ്ദേഹത്തെ മറമാടുകയുണ്ടായി എന്ന്. അല്ലാഹു അക്ബർ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിന്റെ മഹത്വവും അതിന്റെ വലിപ്പമാണ്. അല്ലാഹു നമ്മളോട് പറഞ്ഞത് എന്താ? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. സ്വന്തത്തോട് തന്നെ അതിര് വിട്ട് തെറ്റ് ചെയ്ത എൻ്റെ ദാസന്മാരോട് പറയൂ, അള്ളാന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ,
അള്ളാഹു സുബ്ഹാനഹു വതആല തെറ്റുകൾ ആ സകലം എല്ലാം അള്ളാഹു പുറത്ത് മാപ്പേകും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്യാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മാത്രം പ്രത്യേകതയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ റഹ്മത്ത് എല്ലാത്തിനെയും വിശാലമായിട്ടുണ്ട്. മനസ്സിലായി? അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല. ലാ തഖ്നതു മിർ റഹ്മത്തില്ല, റബ്ബിന്റെ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിങ്ങൾ നിരാശപ്പെടരുതേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറഞ്ഞാണ്. ഒരിക്കലും പാടുള്ളതല്ല അള്ളാഹിന്റെ റഹ്മത്തിൽ നിരാശപ്പെടുക എന്നുള്ളത്. അത് വൻപാപങ്ങളിൽ വൻപാപാണ്. അങ്ങനെ നിരാശ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിൽ നിന്ന് പിടുത്തം പെടുന്നത്. എന്തുകൊണ്ടാണ് അള്ളാഹുവിനോട് അള്ളാഹുവെ പൊറുക്കണമേ, റബ്ബെ മാപ്പാക്കണമേ എന്ന് തേടുന്നതിൽ പലർക്കും ഇച്ഛാഭംഗം വന്നത്? നമ്മളൊക്കെ പാപികളല്ലേ, നമ്മളെല്ലാം ദോഷികളല്ലേ, നേരിട്ട് എങ്ങനെ നമ്മൾ അള്ളാഹിനോട് പറയും? ഇടയാളന്മാർ വേണ്ടേ, മധ്യവർത്തികൾ വേണ്ടേ? ഈ ചിന്തകളൊക്കെ വരാൻ കാരണം എന്താ? അള്ളാഹിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടുന്നത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വിശാലത അത് മനസ്സിലാക്കുന്നതിലുള്ള വീഴ്ച തന്നെയാണ്. നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രി പോലെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പോലെ, നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഈ ലോകത്തുള്ള ഭരണാധികാരികൾ പോലെ, ഏതെങ്കിലും മേലാളന്മാരെ പോലെ ആണോ അള്ളാഹു? അവരിലേക്കൊക്കെ അടുക്കാൻ ഇടയാളന്മാർ വേണം, MLA വേണം, MP വേണം, അതേപോലെ തന്നെ മറ്റു ഇടയിൽ കുറെ ആളുകളൊക്കെ വേണം. ഇതേപോലെയാണ് ആളുകൾ പഠിച്ചവന്റെ വിഷയവും മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു അപേക്ഷ സമർപ്പിക്കണമെങ്കിൽ പ്രധാനമന്ത്രിക്കായാലും രാജാവിനായാലും എത്ര ആളെ ഇടയിൽ വേണം? നമുക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റുമോ? നേരിട്ട് സമർപ്പിക്കാൻ പറ്റുമോ? ഒരു 110 kV സബ്സ്റ്റേഷനിൽ നേരിട്ടൊരു പ്ലഗ് നമുക്ക് കുത്താൻ പറ്റുമോ? ഫീസായി പോകൂല. അപ്പൊ അള്ളാഹിനോട് എങ്ങനെ നമ്മൾ നേരിട്ട് പറയും? തുടങ്ങിയതായ കുറെ വസ്വാസുകൾ അള്ളാഹുവിനോടുള്ള സമീപനത്തിൽ, വിശ്വാസത്തിൽ മുസ്ലിമീങ്ങൾക്ക് വന്നു ഭവിച്ചു. അത് കാരണത്താലാണ് എന്ത് ചെയ്യണത്? നമ്മളെങ്ങനെ നേരിട്ട് അള്ളാഹിനോട് പറയും? നമ്മളൊക്കെ പാപികളല്ലേ, നമ്മളൊക്കെ ദോഷികളല്ലേ? അതുകൊണ്ട് നമുക്ക് ഇന്ന ഇടയാളന്മാർ വേണം, മധ്യവർത്തികൾ വേണം, അവരോട് നമ്മൾ പറഞ്ഞിട്ട് അവർ നമ്മുടെ കാര്യം അള്ളാഹ് ഇങ്ങനെയൊക്കെ വിശ്വസിക്കാൻ. അതാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്. ഇങ്ങനെയുള്ള ചരിത്രങ്ങളിൽ അതാണ് നമ്മൾ പഠിക്കുന്നത്. എത്ര തെറ്റ് ചെയ്തവനാണെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ എന്താ അള്ളാഹു അർശിന്മേൽ എഴുതി നമ്മളിവിടെ പറയുന്നുണ്ട്. ഇന്ന റഹ്മതി സബഖത് ഗളബി, അള്ളാഹു തന്റെ അടുക്കൽ അർശിന്മേൽ എഴുതിയതാണത്. എന്റെ കാരുണ്യം എന്റെ കോപത്തെ മികച്ചു നിൽക്കുന്നു, മുൻകടന്നിരിക്കുന്നു എന്ന്. ആ കാരുണ്യത്തിൽ ഒരിക്കലും ഒരാൾക്കും ഇച്ഛാഭംഗപ്പെടാനോ നിരാശപ്പെടാനോ പാടുള്ളതല്ല എന്നുള്ളത് ഇസ്ലാമിന്റെ അടിസ്ഥാനം. ഇവിടെ ഇൽമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അറിവുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ അറിവ് കൊണ്ട് പ്രകാശം പരത്തി ഒരു വ്യക്തി നിത്യനാശത്തിൽ നിന്ന് അയാൾ രക്ഷപ്പെടുന്ന അവസ്ഥ വന്നു. അതേസമയം അറിവില്ലാത്ത വ്യക്തി, അയാൾ ആരാധനയൊക്കെ ഉള്ള ആളാണെങ്കിലും അയാളോട് ചോദിച്ചവന്റെ നാശമാണ് വരുത്തിയത്. മനസ്സിലല്ലേ? ചോദിച്ച വ്യക്തിനെ നിരാശപ്പെടുത്തി. അനക്ക് തൗബിയോ? 99 പേരെ കൊന്നിട്ട് തൗബല്ല എന്ന് പറഞ്ഞ അയാളെയാണ് കൊന്നത്. അപ്പൊ സ്വന്തത്തിനും നാശമായി, മറ്റാൾക്ക് അയാളിൽ തൊട്ട് ഒരു വെളിച്ചോട്ട് കിട്ടിയതുമില്ല. അതേസമയം അറിവുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തന്റെ അറിവിനാൽ അയാൾ അജ്ഞതയിൽ കഴിയുന്നവന് വെളിച്ചം പകർന്നു, നിത്യ രക്ഷ ലഭിക്കുമാർ അറിവ് പകർന്നു. അതുകൊണ്ടാണ് അറിവ് അഭ്യസിക്കണം, ദീൻ അഭ്യസിക്കണം, വിജ്ഞാനം പഠിക്കണം, അതിന്റെ സ്രോതസ്സുകൾ കണ്ടെത്തണം, വിജ്ഞാന സദസ്സുകളെ അതിൽ നമ്മൾ ആളുകളായി അറിവ് നുകർന്ന് വിജ്ഞാനം തേടി നമ്മൾ മികവ് പുലർത്തണം. നമ്മളുടെ അന്തരംഗം ദീപ്തമാകാൻ, നമ്മളുടെ ഉള്ള് പ്രകാശമയമാകാൻ, നമ്മുടെ തലച്ചോറ് അനുഗ്രഹീതമാകാൻ എന്താ വേണ്ടത്? നമ്മൾ ദീന് പഠിക്കാണ് വേണ്ടത്. വിശുദ്ധ ഖുർആൻ, അതിന്റെ വചനങ്ങൾ പഠിക്കണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴികൾ, സുന്നത്തുകൾ, ഹദീസുകൾ അത് പഠിക്കണം. അപ്പോഴാണ് നമുക്ക് അനുഗ്രഹം ഉണ്ടാകുക. റസൂലുള്ളാഹിന്റെ ഒരു ദുആ ഉണ്ട്, നബ്ബറല്ലാഹു റഅൻ സമിഅ മഖാലതി, എന്റെ തിരുമൊഴി കേട്ട ഒരു വ്യക്തിക്ക് അള്ളാഹു പ്രസന്നത ഏകട്ടെ എന്നാണ്, വെളിച്ചം നൽകട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ. എന്നിട്ട് ആ തിരുമൊഴി കേൾക്കുകയും അത് മനഃപ്പാഠമാക്കുകയും എന്നിട്ട് അത് കേട്ടതുപോലെ മറ്റുള്ളവർക്ക് പകരുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ആ പ്രസന്നത. ബല്ലിഗു അന്നി വലൗ ആയ, ഒരായത്തെങ്കിലും നിങ്ങൾ എന്നിൽ നിന്ന് എത്തിക്കണം എന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസിയത്തോതി. അത് എത്തിക്കണമെങ്കിൽ നമ്മളത് പഠിക്കുന്ന, മനസ്സിലാക്കുന്ന ആളുകളായിരിക്കണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അറിവുള്ളവൻ എന്ന് പറയുമ്പോൾ
അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് പഠിക്കാൻ നേടാൻ നമ്മൾ സമയം കാണാൻ വിശുദ്ധ ഖുർആനായി തിരുസുന്നത്തായി അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ അറിവ് ഇവിടെ നമുക്ക് അവതരിപ്പിച്ച് നൽകിയിട്ടുണ്ട്. ഒരു ഹദീസ് അതുകൂടി ഉണർത്തി, അതൊരു സംഭവം കൂടിയാണ്. ഞാൻ ഈ വാക്കുകൾ ഉപസംഹരിക്കും. ഖൈസ് ഇബ്നു കസീർ പറയാണ്, കുൻതു ജാലിസൻ മഅ അബി ദർദാ ഫി മസ്ജിദി ദിമഷ്ക്. ഡമസ്കസിലെ പള്ളിയിൽ ഞാൻ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഇരിക്കുകയായിരുന്നു. അബൂ ദർദാ അറിയപ്പെട്ട സഹാബി. ഈ സഹാബിയോടൊപ്പം ഡമസ്കസിലെ പള്ളിയിൽ ഞാൻ ഇരിക്കുകയാണ്. ഫജാഅഹു റജുലുൻ. ഖൈസ് ഇബ്നു കസീർ പറയാണ്, അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു വ്യക്തി വന്നു. എന്നിട്ട് ഫഖാല, അയാൾ പറഞ്ഞു, യാ അബൂ ദർദാ, അബൂ ദർദാ, ഇന്നി ജിഅ്തുക മിൻ മദീനത്തി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനയിൽ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്നതാണ്. മദീനയിൽ നിന്ന് എവിടെ? ഡമസ്കസ്, സിറിയയിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാടിനെ രക്ഷപ്പെടുത്തട്ടെ. അതിനുള്ള ഉണ്ടായിരുന്ന പ്രതാപം അള്ളാഹു ആ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ മദീനയിൽ നിന്ന് ഞാൻ ഡമസ്കസിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കാന്നാണ് ആഗതൻ അബൂ ദർദായിനോട് പറയുന്നത്. അപ്പൊ ഫഖാൽ, അബൂ ദർദാ ചോദിച്ചു, മാ ഖദമക യാ അഖി, സുഹൃത്തേ, നിങ്ങൾ എന്തിനാണ് വന്നത്? ഖാല, അപ്പൊ ആഗതൻ പറയാണ്, ഹദീസുൻ ബലഗനി അന്നക തുഹദ്ദിസു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നിങ്ങൾ ആളുകളോട് പറയുന്നുണ്ടെന്ന് കേട്ടു. അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ഹദീസ് അത് കേൾക്കാനാണ് ഞാൻ മദീനയിൽ നിന്ന് സിറിയയിലേക്ക്, ഡമസ്കസിലേക്ക് വന്നിരിക്കുന്നത് എന്നാണ് ആഗതൻ അബൂ ദർദായിനോട് പറഞ്ഞത്. അപ്പൊ അബൂ ദർദാ ചോദിച്ചു, അമാ ജിഅ്ത ലി ഹാജത്തിൻ, മറ്റൊരാവശ്യം നിങ്ങൾക്കില്ല? ഖാലല, എനിക്ക് മറ്റൊരാവശ്യമല്ല, ആ തിരുമൊഴി കേട്ടാൽ മതി. അപ്പൊ അബൂ ദർദാ, അമാ ജിഅ്ത ലി തിജാറത്തിൻ, കച്ചവടത്തിനൊന്നല്ലേ നിങ്ങൾ വന്നത്? ഖാലല, അല്ല, മാ ജിഅ്തു ഇല്ലാ ഫീ തലബി ഹാദൽ ഹദീസ്, ഈ ഒരു ഹദീസ് അത് കേൾക്കാൻ മാത്രമാണ് ഞാൻ വന്നത്. ഫഇന്നി സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ്? മൻ സലക ത്വരീഖൻ യത്ലുബു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ മിൻ തുറുഖിൽ ജന്ന, ചില റിപ്പോർട്ടുകളിൽ. കാരണം എന്താണെന്നറിയോ? ഒരാൾ ഒരു മാർഗേണ പ്രവേശിച്ചു, എന്തിന്? അറിവന്വേഷിക്കാൻ. അറിവ് തേടി ഒരു വഴിയിൽ ഒരാൾ പ്രവേശിച്ചിട്ടുണ്ട് എങ്കിൽ സ്വർഗത്തിന്റെ വഴികളിൽ ഒരു വഴി അള്ളാഹു അയാൾക്ക് എളുപ്പമാക്കി കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മദീനയിൽ നിന്ന് ഈ അറിവ് നുകരാൻ നിങ്ങളുടെ അടുത്തേക്ക് ഡമസ്കസിലേക്ക് വന്നത് എന്നാണ് ആഗതൻ അബൂ ദർദായിനോട് പറയുന്നത്. മാത്രല്ല, ആ ആഗതൻ അബൂ ദർദായിനോട് പറയാണ്, വ ഇന്നൽ മലായികത ലതദഉ അജ്നിഹതഹാ ലിതാലിബിൽ ഇൽമി റിദൻ ബിമാ യസ്ന. വിജ്ഞാനം നുകരുന്ന വിദ്യാർത്ഥികൾ അവരുടെ വിജ്ഞാനം അഭ്യസിക്കലുണ്ടല്ലോ, അതിനോടുള്ള തൃപ്തി നിമിത്തം, പ്രീതി നിമിത്തം മലക്കുകൾ അവരുടെ കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തി വെക്കും. വ ഇന്നൽ ആലിം, അറിവുള്ളവൻ, ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാത്ത്, വാനത്തിലുള്ളവർ അയാൾക്ക് വേണ്ടി അള്ളാഹിനോട് മഗ്ഫിറത്തിനെ തേടും, ഇസ്തിഗ്ഫാർ നടത്തും. വമൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവരും. ഹത്തൽ ഹീതാനു ഫിൽ ബഹർ, സമുദ്രത്തിലെ മത്സ്യങ്ങൾ വരെ ഈ ആലിമിന് വേണ്ടി അള്ളാഹിനോട് പൊറുക്കലിനെ തേടും. വഫദ്ലുൽ ആലിമി അലൽ ആബിദ്, ആബിദിനേക്കാൾ ആലിമിനുള്ള ശ്രേഷ്ഠത കഫദ്ലിൽ ഖമരി ലൈലത്തുൽ ബദർ അലാ സായിരിൽ കവാകിബ്, പൗർണമി രാവിൽ, പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന രാവിൽ ഇതര ആകാശ ഗോളങ്ങളെക്കാൾ ചന്ദ്രനുള്ള, പൂർണ്ണചന്ദ്രനുള്ള മഹത്വമാണ്. ഇന്നൽ ഉലമാ വറസത്തുൽ അംബിയ, നബിമാരുടെ അനന്തരാവകാശികളാണ് ഉലമാക്കൾ, ആലിമീങ്ങൾ. ഇന്നൽ അംബിയ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ, നബിമാർ ഇവിടെ അവർ മരണപ്പെട്ടു പോകുമ്പോൾ ദീനാറും ദിർഹമും ശേഷിപ്പിച്ചിട്ടില്ല, സ്വത്ത് ശേഷിപ്പിച്ചിട്ടില്ല. ഇന്നമാ വറസുൽ ഇൽമ, അവർ അറിവാണ് ശേഷിപ്പിച്ചു പോയത്, അറിവ് മാത്രം. ഫമൻ അഖദ ബിഹി അഖദ ബിഹദ്ദിൻ വാഫിർ, അതുകൊണ്ട് നബിമാർ ഈ ദുനിയാവിൽ നിന്ന് പരലോക യാത്രയായപ്പോൾ ഈ ദുനിയാവിൽ വിട്ടേച്ച സ്വത്ത്, അതാണ് വിജ്ഞാനം, അത് നേടുന്നവർ, നുകരുന്നവർ വലിയ വിഹിതമാണ് നേടുന്നത്
എന്ന തിരുമൊഴി എന്ത് ചെയ്യാണ് ഇവിടെ ഉണർത്തുകയാണ്. ആര്? മദീനയിൽ നിന്ന് ഒരു ഹദീസ് കേൾക്കാൻ അബൂദർദായിനെ തേടി ഡമസ്കസിലെ പള്ളിയിലെത്തിയ വ്യക്തി. അതുകൊണ്ടാണ് അദ്ദേഹം ഇൽമു തേടി ആ ഹദീസ് തേടിയിട്ട് മദീനയിലെത്തിയത് എന്നാണ് പറയുന്നത്. അപ്പൊ സഹോദരന്മാരെ, അത് പറയുമ്പോൾ അറിവ് നേടുന്നതിന്റെ മഹത്വം, അറിവ് നേടിയ ഒരാളുടെ മഹത്വം, ഒരു ആലിമിന്റെ മഹത്വം. ഈ ആലിം എന്ന് പറയുമ്പോൾ ബിരുദധാരികളും ഡോക്ടറേറ്റ് എടുത്തവരും എന്ന രീതിയിൽ അതിനെ ഒരു സങ്കുചിതമായ പരിധിയിൽ മനസ്സിലാക്കേണ്ട കാര്യമല്ല. മനസ്സിലല്ലേ? സർട്ടിഫിക്കറ്റുകൾക്കൊക്കെ കമ്മിയാണെങ്കിലും അറിവിന്റെ മികവും നിറവും അതാണ് പ്രധാനം. അത് യഥാർത്ഥമായ അറിവായിരിക്കണം, ഖുർആനിന്റെ സുന്നത്തിന്റെ അറിവായിരിക്കണം എന്നുള്ളതാണ്. മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ഒരു മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് നന്മ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ദീനിൽ പാണ്ഡിത്യം നൽകുന്നറില്ലേ? ദീനിൽ പാണ്ഡിത്യം, ആ പാണ്ഡിത്യം അതുള്ള ആളാണ് ആ വ്യക്തി. അയാളുടെ പേരിനോടനുബന്ധിച്ചൊരു കുറെ ബിരുദങ്ങൾ ഇല്ലെങ്കിലും ശരി, പക്ഷെ ആലിമായിരിക്കണം. ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാന്റെ ദാസന്മാരിൽ നിന്ന് അള്ളാഹുവിനുള്ള ഖശിയത്തിൽ, പേടിയിൽ കഴിയുന്നവർ ഉലമാക്കളാണ് എന്ന് പറഞ്ഞു. അപ്പോ ആ പ്രത്യേകതകളുള്ള ആലിം ഒരിക്കലും പുരോഹിതന്മാരെ കുറിച്ച് പണ്ട് കാലങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ട്, അവർക്ക് അത്തായത്തിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും ജനങ്ങൾ റബ്ബി എന്ന് വിളിക്കുന്നതും ഇഷ്ടമായിരിക്കുന്നറില്ലേ? ആ സ്വഭാവമല്ല. അത്തായത്തിൽ മുഖ്യാസനം, അങ്ങാടിയിൽ വന്ദനം, ജനങ്ങൾ റബ്ബി എന്ന് പറയും വിധം പണ്ഡിതന്മാരെന്ന് പറയുന്നവർ താഴാൻ പാടുള്ളതല്ല. പിന്നെ പണ്ഡിതന്മാർക്ക് ഉണ്ടാകേണ്ട ഗുണങ്ങളുണ്ട്, യോഗ്യതകളുണ്ട്. ഉലമാക്കൾ അവർ ആര് എന്നുള്ളത് ഒരിക്കലും മനസ്സിലാക്കാൻ പഞ്ഞമുള്ള ചരിത്രമല്ല നമ്മുടെ ചരിത്രം, മുസ്ലിമീങ്ങളുടെ ചരിത്രം. ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മുടെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാൾ മുതൽ ഇങ്ങോട്ട് ഇവിടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ സഹാബികളായി, താബിഈങ്ങളായി, താബിഈങ്ങളായി, അഇമ്മത്തുകളായി, അബൂ ഹനീഫത്തുൻ നുഅ്മാൻ, മാലിക് ബിൻ അനസ് അൽ അസ്ബഹി, മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ, അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി, ഇങ്ങനെ തുടങ്ങി അഇമ്മത്തുകളായി പണ്ഡിതന്മാരായി ഇവിടെ ജീവിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് പണ്ഡിതൻ, ആരാണ് പണ്ഡിതൻ, അവരുടെയൊക്കെ യോഗ്യത എന്തായിരുന്നു എന്നുള്ളത്. ഏതായാലും ഇൽമ് അതാണ് നമ്മളെ യഥാർത്ഥം നമ്മളെ ആളാക്കുന്നത്, മതപരമായിട്ടുള്ളതായ അറിവ്. ആ അറിവിൻ്റെ നിറവിൽ നമ്മളിവിടെ കഴിയുമ്പോൾ നമ്മൾ ധന്യരാണ്, അനുഗ്രഹീതരാണ്. ആ അറിവേറ്റിയിട്ടാണ് നമ്മൾ മരണം വരിച്ച് മയ്യത്ത് കട്ടിലിൽ ഖബർസ്ഥാനിലേക്ക് പോകുമ്പോൾ നമ്മൾ യാത്രയാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ മരിച്ചാൽ ശേഷിക്കണത് എന്താ? കൂടെ കൊണ്ടുപോകുന്നത് എന്താ? ഇൽമുൻ നാഫി, ഉപകാരപ്രദമായിട്ടുള്ള അറിവല്ലേ? ഇൽമു യുൻതഫഉ ബിഹി, ഫലം എടുക്കപ്പെടുന്ന, ഉപകാരം എടുക്കപ്പെടുന്നതായ അറിവാണ്. ആ അറിവേത്? അതാണ് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിനോട് തേടി തനിക്ക് നേടിയ അറിവ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ, അതേപോലെ ഹദീസുകൾ പഠിക്കാൻ, വിശുദ്ധ ഖുർആന്റെയും ഹദീസുകളുടെയും വിജ്ഞാനങ്ങൾ പഠിക്കാൻ, ഫിഖ്ഹ് പഠിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അവസരം ഉണ്ടാകണം എന്നാണ് ഇവിടെ ഉണർത്താനുള്ളത്, വസിയ്യത്ത് ചെയ്യുവാനുള്ളത്. കുറേ ഉദാഹരണങ്ങളുടെ ഒരു വിഷയമാണിത്, പക്ഷേ എങ്കിലും ചില കാര്യങ്ങൾ ഇവിടെ ഉണർത്തിയെന്ന് മാത്രം. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേകി അള്ളാഹു നമ്മളെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ മഹബായ ഫദ്ലിനാൽ അള്ളാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കുമാറാവട്ടെ. എല്ലാ നന്മകളിലേക്കും അള്ളാഹു നമുക്ക് ഉദവിയേകുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. അള്ളാഹുവിൽ നിന്നുള്ള അഫുവും ആഫിയത്തും ശിഫയും രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല
കനിയുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മുസീബത്തിൽ അവർക്ക് പ്രതിഫലം നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടവരോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. അവരെത്തിപ്പെട്ട കബറിടങ്ങൾ അള്ളാഹു അവൻ്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ കബറിടങ്ങൾ അള്ളാഹു അവർക്ക് അവരുടെ പാർശ്വങ്ങളിൽ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് പൊറുക്കുമാറാവട്ടെ. നമ്മുടെ വേദികളിൽ അവരെയും നമ്മയും ഒരുമിച്ച് കൂട്ടിയതുപോലെ സ്വർഗത്തിലും അള്ളാഹു അവരെയും നമ്മയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ മക്കളിൽ അള്ളാഹു ഇഹത്തിലും പരത്തിലും നമുക്ക് എല്ലാവർക്കും കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർമയേറ്റ് നമ്മുടെ മാതാപിതാക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഹത്തിലും പരത്തിലും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നമ്മളെ മോചിപ്പിക്കുമാറാവട്ടെ. സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു വേദിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒരുമിച്ച് കൂടാൻ നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم فرج هم المهمومين من المسلمين. اللهم فرج هم المهمومين من المسلمين. اللهم فرج هم المهمومين من المسلمين. اللهم احفظ لهذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها. اللهم احفظ لها رخاءها واستقرارها. اللهم احفظ لها قيادتها وعقيدتها. اللهم احفظ لها ثغور حدودها يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.